വേറെ ഒരു ക്വസ്റ്റ്യൻ ടു സൽമാൻ. ഐ തിങ്ക് യു ഡൽഹിയിലെല്ലാം പഠിച്ചതല്ലേ? ലൈക്ക് JNU or something? I don't know. I heard somewhere like you did your studies in Delhi. അങ്ങനെയാണോ? So one question regarding that, there's a video which is going on viral, like ഏതോ ഒരു group, हमको चाहिए आजादी, സ്റ്റാലിൻ വാലി ആജാദി, അംബേദ്കർ വാലി ആജാദി, പെരിയാർ വാലി ആജാദി. So അതില് till Ambedkar it's fine, Stalin wali azadi, Periyar wali azadi, like how ഇതൊരു ലെഫ്റ്റ് ഗ്രൂപ്പാ ചെയ്യുന്നത്. ഐ തിങ്ക് ഹംകോ ചാഹിയെ ആജാദി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇല്ലായിരുന്നോ കനയ്യന്റെ എല്ലാ സമയത്തല്ല അവര്? സോ ലൈക്ക് വാട്ട് എക്സാക്ട്ലി ദേ മീൻ ബൈ ദിസ്? അത് ഈ തമിഴ്നാട്ടില് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി, ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ ഒരു ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ അംബേദ്കർ ലീനേജ് നമുക്ക് ഇഷ്ടമാണ്. പിന്നെ പെരിയാറിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ആരിഫിന് തമിഴ്നാട് പൊളിറ്റിക്സിനെ മൊത്തത്തിൽ ഇതാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ നമുക്ക് അതിനോട് യോജിപ്പില്ല. എനിക്ക് തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറച്ചും കൂടി നമുക്ക് ന്യൂവൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. പിന്നെ എന്തുകൊണ്ടും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ പൊളിറ്റിക്സിനെക്കാളും നല്ല പൊളിറ്റിക്സ് തന്നെയാണ് തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട് പൊളിറ്റിക്സിന്. ഈ പറഞ്ഞ പോലെ ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന സംഭവം, അതിലോട്ട് വരാം നിൽക്കൂ. അപ്പോ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഹീറോ വർഷിപ്പ്, പിന്നെ ഈ പറഞ്ഞ പോലെ പെരിയാറിനെയും കമ്മ്യൂണിസ്റ്റുകാരെ എടുത്ത് കൊണ്ടുനടക്കുന്ന ഒരു രീതിയുണ്ട്. അത് തമിഴ്നാട് ഇപ്പൊ താങ്കളിപ്പോ പെരിയാർ വാലി ആസാദി പിന്നെ നോർത്തുനിന്ന് ആ ഒരു സംസാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട് ബേസിസും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിലോട്ട് ഇത് കൊണ്ടുവന്നത്. പെരിയാറിന്റെ പേര് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാടായിട്ട് ബന്ധം ഉണ്ടാവും, അവിടെ തമിഴന്മാർ അതിലുണ്ടാവും, അല്ലെങ്കിൽ പെരിയാർ അതിൽ വരില്ല. അപ്പോ ഞാനത് പറയുമ്പോ അപ്പൊ ആ ഒരു ദ്രാവിഡർ സഖ്യം എന്ന് പറയുന്ന, അല്ലെ ദ്രാവിഡർ കഴകം, തമിഴ് ദ്രാവിഡം എന്ന് പറയുന്ന ഒരു കോറൽ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ സിമ്പൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പെരിയാറും മാർക്സും അംബേദ്കറും കൂടി ഒപ്പം ഇരുന്നിട്ട് ചിന്തിക്കുന്ന ഒരു പിന്നെ സിമ്പലാണ് അവരുടെ മെയിൻ സിമ്പൽ എന്ന് പറയുന്നത്, ഗ്രൂപ്പിന്റെ സിമ്പൽ. അപ്പൊ ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അംബേദ്കർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസത്തിനെ പിന്നെ നമ്പാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ചിന്താഗതിയാണ്. അതേമാതിരി ഈ ഫിനാൻഷ്യൽ എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത് സോഷ്യൽ ഫ്രീഡവും പൊളിറ്റിക്കൽ ഫ്രീഡവും പിന്നെ കൾച്ചറൽ ഫ്രീഡം, റിലീജിയസ് ഫ്രീഡം ഒന്നും ഇല്ലാണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞൊരാളാണ് അംബേദ്കർ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എക്കണോമിക് ഫ്രീഡം എന്ന് പറഞ്ഞ് യൂറോപ്പത്തെ വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ അംബേദ്കർ ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി പുള്ളിക്കാരനെ ക്യാൻസൽ ചെയ്തതാണ് അന്ന് കാലത്ത്. എന്നിട്ട് പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സ്വന്തം ആളാണ് അംബേദ്കർ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇനി പെരിയാറിന്റെ കാര്യം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിയാറിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെരിയാറിനും അംബേദ്കറിനും ഒരു കാര്യത്തിൽ പല കാര്യങ്ങളും അവർ ഒരേ സ്വരത്തിലായിരുന്നു. കാരണം ഗാന്ധി എന്ന് പറയുന്ന പിന്നെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള, പിന്നെ ഇമേജ് സീക്കിംഗ് ആയിട്ടുള്ള, അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ബിഹേവിയർ ഉള്ള ഒരാള്. പുള്ളിക്കാരനെതിരെ അംബേദ്കറും പെരിയാറും എതിരായിരുന്നു. രണ്ടുപേർക്കും ഗാന്ധിക്കെതിരെ ആയിരുന്നു, ഗാന്ധിനോട് അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അന്ന് കാലം എന്ന് പറയുമ്പോ, അന്ന് കാലത്ത് ഗാന്ധി എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാക്കി കണക്കാക്കുന്ന സംഭവമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ അന്ന് കാലത്ത് ഗാന്ധിയെ എതിർത്ത് നിൽക്കുന്ന രണ്ട് വലിയ പേരുകളായിരുന്നു അംബേദ്കറും പെരിയാറും. അപ്പൊ ആ ഒരു രീതിയിൽ അവരോട് നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഈ അംബേദ്കർ പഠിച്ചതുപോലെ പെരിയാർ പഠിച്ചിട്ടില്ല. പെരിയാർ കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഇമ്മച്യൂർ ആയിരുന്നു, ഇമ്പൾസീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. കാരണം പുള്ളിക്കാരന്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ടാണ് പലതും പറയുന്നത്. പഠിച്ചിട്ടോ ഒരു കാര്യത്തിനെ പറ്റി വിശകലനം ചെയ്തിട്ടോ അല്ല പുള്ളിക്കാരൻ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബയസും ഫ്ലോഡായിട്ട് ബയസ്ഡ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് പുള്ളിക്കാരനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ ദളിതന്മാരൊക്കെ പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ചോ എന്നാൽ നിങ്ങൾക്ക് ലിബറേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രാസിൽ പറഞ്ഞു നടന്നിരുന്നത്. അതേമാതിരി ബ്രാഹ്മണരെ കൊല്ല വിളിക്കാന്നുള്ള രീതിയിൽ, ബ്രാഹ്മണരെ കൊല്ലണം എന്ന് പറയുന്ന രീതിയിൽ വരെ ചില സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സമയത്ത് പുള്ളിക്കാരൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വെറുപ്പ് കാണിക്കുന്നത്, അതായത് വെറും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് മാത്രം പറയുമ്പോൾ അതിന് പ്രശ്നമുണ്ട്. ഒരു ഫ്ലോഡ് ബയസ്ഡ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് അതിൽ വരുന്നത്. അതേമാതിരി വിഘടനവാദം
പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന ഒരാളാണ് പെരിയാർ. പെരിയാർ സൗത്ത് ഇന്ത്യ വരെ രാജ്യമാക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന വലിയ മനുഷ്യനാണ്. അപ്പോ വിഘടനവാദം പറഞ്ഞു നടന്നിരുന്ന വേറൊരു ഒരാളാണ് പെരിയാർ എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പെരിയാറായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരിയാർ. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അംബേദ്കറിനോട് പെരിയാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യ വേറെ രാജ്യമാക്കണം, എന്നാലേ ജാതി വ്യവസ്ഥ ഇതിനൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, ബ്രാഹ്മണരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ അംബേദ്കർ എന്താ പറഞ്ഞറിയോ? അംബേദ്കർ പറഞ്ഞത് വി ആർ ഇന്ത്യൻസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻസ് ആണ് ആദ്യമായിട്ട് അവസാനമായിട്ട്. കേരള ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, അതൊക്കെ ഇന്ത്യന്റെ ഭാഗമാണ്. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, താങ്കളുടെ പ്രശ്നം ജാതീയതയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം വിഘടനവാദമല്ല, മറിച്ച് ഈ പറഞ്ഞ പോലെ 5 സ്റ്റെപ്പ് പ്രോഗ്രാമാണ്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. റിലീജിയസ് ഫ്രീഡം, കൾച്ചറൽ ഫ്രീഡം, പിന്നെ സോഷ്യൽ ഫ്രീഡം, എക്കണോമിക് ഫ്രീഡം, പൊളിറ്റിക്കൽ ഫ്രീഡം. ആ 5 സ്റ്റെപ്പ് പ്രോഗ്രാമാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അംബേദ്കറിന്റെ പുസ്തകങ്ങളിൽ തന്നെ അവർ എക്സ്ചേഞ്ച് പറയുന്നുണ്ട്. അങ്ങനെ പെരിയാറായിട്ട് മാറുകയാണ്, പെരിയാറിലെ വഴിയിൽ നിന്ന് മാറുകയാണ്. അതേപോലെ തന്നെ അംബേദ്കർ ബുദ്ധിസം സ്വീകരിക്കാൻ നിന്നപ്പോൾ പെരിയാർ തടഞ്ഞിരുന്നു. അതായത് ഹിന്ദുയിസത്തിൽ നിന്ന് തന്നെ പിന്നെ ഇതിനെതിരെ പറഞ്ഞ പോരെ, എന്തിനാണ് മതം മാറുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അംബേദ്കർ പറഞ്ഞത്, അപ്പൊ അങ്ങനത്തെ കുറെ സ്വരച്ചേർച്ചയില്ലായ്മ അവർ തമ്മിലുണ്ടായിരുന്നു. അപ്പൊ അംബേദ്കർ അന്ന് പറഞ്ഞിരുന്നത് ഈ വേറൊരു കാര്യമാണ് അംബേദ്കർ പറഞ്ഞിരുന്നത്. കാരണം ഗാന്ധി ആയിക്കോട്ടെ, പെരിയാർ ആയിക്കോട്ടെ, ഇവർക്കൊന്നും ജാതിയുടെ ഒരു ജാതീയതയുടെ പ്രധാന പ്രശ്നങ്ങൾ ഇവർക്ക് അറിയില്ല. കാരണം ഇവരൊന്നും താഴ്ന്ന ജാതിക്കാരല്ലായിരുന്നു, ഇവരൊക്കെ മേൽജാതിക്കാരായിരുന്നു. അപ്പൊ ഇവർക്ക് താഴ്ന്ന ജാതിക്കാരുടെ പ്രശ്നങ്ങൾ അറിയില്ല. അപ്പൊ അങ്ങനെയായിരുന്നു അംബേദ്കർ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് താഴ്ന്ന ജാതിക്കാരുടെ പ്രശ്നം അറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. എനിക്ക് അതിനുള്ള ഉദാഹരണങ്ങളും അതിനുള്ള എക്സാമ്പിൾസും വെച്ചിട്ട് അംബേദ്കർ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർക്ക് അതൊരു ഉത്തരം തരാതിരിക്കുമ്പോഴാണ് അംബേദ്കറിന്റെ വീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നതും ആ രീതികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതേപോലെ ഗാന്ധിയായിട്ടും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള എക്സ്ചേഞ്ചും ഗാന്ധി അംബേദ്കർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ വെച്ചിട്ട് നമ്മൾ 5 വർഷം മുന്നേ മീഡിയത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് അംബേദ്കർ ഗാന്ധി ദി കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി ടു ഗ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് 5 വർഷം മുന്നേ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ആ ഒരു ദ്രാവിഡർ എന്ന് പറയുന്ന ആ ഒരു നരേറ്റീവിൽ നിന്നിട്ടാണ് താങ്കൾ പറഞ്ഞ ആ സാധനം വരുന്നത്. മാർക്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാലിൻ മാർക്സ് പറയുന്ന സാധനവും പിന്നെ പെരിയാറിന്റെ സാധനവും അംബേദ്കറിന്റെ സാധനത്തിലോട്ട് വരുന്നത്. പക്ഷെ അംബേദ്കറിനെ ശരിയായതിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അംബേദ്കർ കമ്മ്യൂണിസത്തിനെതിരായിരുന്നു, പെരിയാറിന്റെ വിഘടനവാദത്തിനെതിരായിരുന്നു, പെരിയാറിന്റെ പിന്നെ മുസ്ലിം അപ്പീസ്മെന്റിനോടും അംബേദ്കർ എതിരായിരുന്നു. കാരണം അംബേദ്കറിന് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് പലതും പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിമിന്റെ ബ്രദർഹുഡ് എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് മാത്രമാണ്, അതിൽ ഇന്ത്യക്ക് ഒരു ബന്ധവുമില്ല, സ്വന്തം രാജ്യമായിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ പാടാണ് എന്നുള്ള രീതിയിൽ അംബേദ്കർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലാമിന്റെ മതം വളരെ മോശമാണ്, പിന്നെ മുഹമ്മദിന്റെ ചെയ്തികളാണ് ഇസ്ലാം മൊത്തം എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ അത് പറയുന്നുണ്ട്. ആ റിലീജിയസ് അനാലിസിസിൽ അംബേദ്കറിന്റെ ബുദ്ധ ആൻഡ് ഇസ് ധമ്മ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അംബേദ്കർ എന്തുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചു, ഈ മതങ്ങളൊക്കെ വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ പെരിയാറിനും എതിരാണ് അംബേദ്കർ, മാർക്സിനും എതിരാണ് അംബേദ്കർ. അപ്പോ മാർക്സിന്റെ കൂട്ടാളികളായി വന്നിട്ടുള്ള സ്റ്റാലിനൊക്കെ എത്രത്തോളം എതിർപ്പുണ്ടായിരിക്കും അംബേദ്കറിന്. അപ്പൊ ഇറ്റ്സ് ഇൻകോഹറന്റ്. ഈ ആസാദി ശ്ലോകം വെച്ചിട്ട് ഈ 3 ആൾക്കാർ ഒപ്പം പിടിച്ചിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 ചിന്താഗതികളും ഈ പറഞ്ഞ പോലെ പെരിയാറിന്റെ ദ്രാവിഡനിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെരിയാറിസം ആയിക്കോട്ടെ, മാർക്സിയൻ കമ്മ്യൂണിസം ആയിക്കോട്ടെ, അല്ലെ മാർക്സിസം ആയിക്കോട്ടെ, അംബേദ്കറിസം ആയിക്കോട്ടെ, they are self-contradictory എന്നുള്ളതാണ്. they are incoherent to each other. they are incoherent to each other എന്നുള്ളതാണ്. അപ്പോൾ they are contradictory to each other എന്നുള്ളതാണ് സത്യം. അത് കാര്യങ്ങൾ മര്യാദക്ക് അറിയാത്തത് കൊണ്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ?